നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയിലിട്ട് വരാനുള്ള കാര്യം, പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്വതന്ത്രനും ഇടതുപക്ഷവും വലതുപക്ഷവും വിഭാഗത്തിൽപ്പെട്ട മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പം രാഷ്ട്രീയ സ്ഥാനാർത്ഥികളാണ്. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും സ്വതന്ത്രനായാലും ഇവരെല്ലാം ഇപ്പം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജയിക്കുമ്പോൾ ഈ സഹോദരന്മാർ ജനസേവകരായിരിക്കണം. രാഷ്ട്രീയ പാർട്ടി ആ ഭാഗത്ത് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളെ ജനം വിജയിപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു ജനസേവകരാണ്. പിന്നെ നിങ്ങളുടെ ജോലി ജനസേവനമാണ്. അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിന് ജനസേവനം നടത്തി ആ പഞ്ചായത്ത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അത് ജനസേവകൻ. അതായത് ഒരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരം എന്ന് പറയുന്നത് ഒരു SIയുടെ പവറാണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഈ പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അതായത് പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒത്തീർപ്പാവുന്ന കാര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നിയമ നടപടിക്ക് വിടുക, ജനങ്ങൾക്ക് വേണ്ടുന്ന വിധം ജനങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ പൂർണ്ണ ഒരു ജനസേവകൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ ജനങ്ങൾ ഒരിക്കലും തള്ളിക്കളയില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ അല്ല പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു ജനപ്രവർത്തനായിരിക്കണം ജനപ്രതിനിധി. അങ്ങനെ ആയാൽ നമ്മുടെ നാട് എത്രയോ രക്ഷപ്പെടും. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞൊരു മെമ്പർ ഒരു ജനസേവകനായിരിക്കണം, ഏത് പാർട്ടിയുടെ ആയാലും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമിതമായിട്ട് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിനോ ഒന്നും നമ്മൾ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കാരണം ആപത്തിന് ഞാൻ മിക്ക സമയം കടമ്പനാടാണ് എൻ്റെ പ്രസ്ഥാനവും. അവിടെയാണ് എനിക്ക് സഹകരണങ്ങൾ കൂടുതലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ റോഡിൽ എന്ത് പ്രശ്നം നടന്നാലും, ഒരു ആക്സിഡന്റ് പറ്റിയാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. കഴിവതൊരു ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന മൊത്തം നമ്മൾ ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാൻ പഞ്ചായത്ത് മെമ്പർ, ഇപ്പം നിങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികളാണ്, നിങ്ങൾ മെമ്പറായി കഴിഞ്ഞാൽ ജനപ്രതിനിധികളാണ്. അത് നിങ്ങൾ മറക്കരുത്. ഈ ഉപദേശം എൻ്റെ സഹോദരങ്ങളും എൻ്റെ അനിയന്മാരും മെമ്പർമാരായാലും സഹോദരിമാർ മെമ്പർമാരായാലും നിങ്ങൾ ജനസേവകരായിരിക്കണം എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടാകണം.